ഏറ്റവും പ്രധാനമായിട്ട് ഒബേസിറ്റിയാണ്, വെയിറ്റ് കൂടുക എന്നുള്ളത്. പ്രത്യേകിച്ച് അബ്ഡോമിനൽ ഒബേസിറ്റി, കുടവയറ് വരിക. ഇപ്പം നമുക്കറിയാം ലേഡീസിനെ സംബന്ധിച്ചിടത്തോളമാണ് വെരിക്കോസ് വെയിൻ വരുന്ന ആദ്യം ഒരു പ്രഗ്നൻസി സമയത്തായിരിക്കും. അപ്പോൾ പ്രഗ്നൻസിയിൽ യൂട്രസ് വളർന്ന് വയറ് വീർത്ത് വരുമ്പോൾ വയറിനുള്ളിൽ പ്രഷർ കൂടുന്നതുകൊണ്ടാണ് ആ സമയത്ത് വെരിക്കോസ് വെയിൻസ് വരുന്നത്. അതുപോലെ മിക്കവാറും ലേഡീസിന് പൈൽസ് ആദ്യം വരുന്നതും ഈ പ്രഗ്നൻസി സമയത്തായിരിക്കും. അത് രണ്ടും ഒരേ രോഗത്തിന്റെ ഡിഫറെന്റ് മാനിഫെസ്റ്റേഷൻ ആണെന്ന് മാത്രമേ ഉള്ളൂ. വീനസ് പ്രഷർ കൂടി അവിടെ രക്തത്തിലാണെങ്കിലും ഏനസിലാണെങ്കിലും അതിൻ്റെ ബ്ലീഡിങ്ങും പൈൽസിന്റെ ബ്ലീഡിങ് ആയിരിക്കും. മറ്റേതാണെങ്കിൽ അതിലാണെങ്കിൽ അത് വെരിക്കോസ് വെയിൻസ് ആയിട്ട് വരും. അത്രയേ ഉള്ളൂ. അപ്പം ഒബേസിറ്റി, പ്രത്യേകിച്ച് അബ്ഡോമിനൽ ഒബേസിറ്റിയാണ് ഏറ്റവും വലിയ ഒരു പ്രോബ്ലമായിട്ട് വെരിക്കോസ് വെയിൻ പേഷ്യൻസിന് വരുന്നത്. പിന്നെ ഉള്ളത് ഒബേസിറ്റിയുടെ കൂടെ പിന്നെ അടുത്തത് വരുന്ന മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്നതിന്റെ ഭാഗങ്ങളാണ്. അതായത് ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷന്, കൊളസ്ട്രോൾ, ഡിസ്ലൈപ്പിഡീമിയ എന്ന് പറയും. പിന്നെ ഹാർട്ട് ഡിസീസ്, ഫാറ്റി ലിവർ. അപ്പം പിന്നെ ഡയബറ്റീസിന്റെ കോംപ്ലിക്കേഷനും ഹൈപ്പർ ടെൻഷന്റെ കോംപ്ലിക്കേഷനുമായിട്ടുള്ള കിഡ്നിക്ക് അഫക്ട് ചെയ്തിട്ടുണ്ടാകാം, കണ്ണിനെ അഫക്ട് ചെയ്തിട്ടുണ്ടാകാം. അപ്പം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട്